നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ ഭഗവതി, അവിടുത്തെ ഉപാസിച്ച് മാത്രമാണ് ഇന്നോളം ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ഞാനൊന്നും നിന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരപേക്ഷയുള്ളൂ. എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടുത്തല്ലേ ദേവി. മരുന്നില്ലാത്ത ഏതോ മഹാവ്യാധി വന്നാണ് അവളുടെ അമ്മ രുക്മിണി മരിച്ചത്. തങ്കക്കുടം പോലൊരു പെൺകുഞ്ഞിനെ എനിക്ക് തന്നിട്ടാ അവള് പോയത്. മോളെ വലിയൊരു പാട്ടുകാരിയാക്കണമെന്നും അവളുടെ അരങ്ങേറ്റം മൂകാംബിക അമ്മയുടെ മുന്നിൽ വെച്ച് നടത്തണമെന്നും അവളുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ എന്റെ പ്രാരാബ്ദവും കഷ്ടപ്പാടും കൊണ്ട് അതിലൊന്നും സാധിച്ചില്ല. ജാതകവശാൽ 9 വയസ്സ് വരെ അവൾക്ക് ആയുസ് പറഞ്ഞിട്ടുള്ളൂ. ജോൾസിന് പറ്റിയ കൈപ്പിഴവായിരിക്കുമെന്ന് സമാധാനിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ കൃത്യം 9-ാം വയസ്സിൽ തന്നെ അവൾക്ക് ഇങ്ങനൊരു മഹാവ്യാധി വന്നല്ലോ ഭഗവതി. എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ളൂ. അവളെ എനിക്ക് തിരിച്ചു തന്നേക്കണേ എന്റെ ഭഗവതി. അടിയന് മറ്റൊന്നും വേണ്ട. ആഹാ, മോളെത്തിയോ? ഇന്ന് നിന്റെയിൽ തന്നെയാണോ അവളിത് കൊടുത്തു വിട്ടത്? വയ്യാത്ത നിന്നെ കഷ്ടപ്പെടുത്തണ്ടെന്ന് മഹിമയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. ചെറിയമ്മ നിർബന്ധിച്ചിട്ടല്ല അച്ഛാ, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വന്നതാ. അങ്ങനെ ആവുമ്പോ നടനടിച്ച അച്ഛൻ വരുന്നത് വരെ എനിക്ക് ഇവിടെ ഇരുന്ന് ശിവസ്തുതി ചെല്ലാലോ. അത് നന്നായി മോളെ. മഹാദേവനെ ഭജിച്ച ആയുരാരോഗ്യ സൗഖ്യം കിട്ടും. ദേവിയെ തൊഴുതിട്ട് മോള് പോയി ഭഗവാനെ തൊഴുതോളൂ. മോളത് ചൊല്ലുന്നത് ഭഗവാന് വലിയ ഇഷ്ടാവും. അച്ഛൻ നിവേദ്യം കഴിഞ്ഞ് നട അടച്ചു വരാം. ശരി അച്ഛാ. എന്റെ ശങ്കര, ശംഭുവേ, അമ്മയെ പോലെ എന്റെ മോൾ അവിടുത്തെ ഭക്തയാ. എന്നിട്ടും എന്റെ മകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. എന്റെ മോളെ കാത്തോളണേ മഹാദേവ. ശിവം ശിവകരം ശാന്തം ശിവോത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം. ജയ ജയ ശങ്കര, മൃത്യുഞ്ജയ മഹാദേവ. എത്തേണ്ടിടത്ത് തന്നെയാണല്ലോ എന്നെ നീ കൊണ്ടെത്തിച്ചത്. ഇവിടാകട്ടെ ഇനി എന്റെ ദൗത്യം. ശിവം ശിവകരം ശാന്തം ശിവോത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവം. ദേവുട്ടി, അതെങ്ങനെ അറിയും? ഞാൻ പോരുമ്പോഴും നീ നല്ല ഉറക്കത്തിലായിരുന്നു. നന്നായി ഉറങ്ങിയതിന്റെ തെളിച്ചം നിന്റെ മുഖത്ത് കാണാനുണ്ട്. ആള് പഴയ പോലെ സുന്ദരിക്കുട്ടിയായി.
ഇരിക്കെ. അല്ല, ഇന്ന് പൂക്കട തുറന്നോ? നന്നായി കുട്ടി. വെറുതെ ഇരുന്ന് ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ നമ്മൾ നമ്മുടെ ജോലിയിൽ മുഴുകിയ മനസ്സ് താനെ ശാന്താവും. മാത്രമല്ല, കട പൂട്ടിയിരിക്കുകയാണെന്നറിഞ്ഞാൽ അച്ഛനത് കൂടുതൽ സങ്കടാവും. എല്ലാ കാര്യങ്ങളും നീ ഉത്തരവാദിത്തത്തോടെ നോക്കി നടത്തുന്നുണ്ടെന്നറിയുമ്പോ അച്ഛനത് ആശ്വാസമാവും. എന്തുപറ്റി? അച്ഛന്റെ കാര്യമൊക്കെ നമുക്ക് നേരെയാക്കാം. ആദ്യം സാഹചര്യങ്ങളെ നേരിടാനുള്ള മനക്കരുത്തുണ്ടാക്കുക വേണ്ടത്. നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? കൈനീട്ട്. ഒരിക്കലും ഇത് നഷ്ടപ്പെടാതെ നോക്കണം കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മോളെ. സന്ദീപ് ഇതിൽ എഴുന്നേറ്റില്ലേ? ഇല്ല, ഞാൻ നേരത്തെ ചെന്ന് നോക്കുമ്പോഴും അവൻ നല്ല ഉറക്ക. രാത്രി ഒരു സമയമായില്ലേ വന്നപ്പോ. നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ഉറങ്ങട്ടെ എന്ന് ഞാനും കരുതി. സന്ദീപ് എത്തിയല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തമ്പിച്ച. ഗുഡ് മോർണിംഗ്. ഉറക്കമൊക്കെ സുഖമായിരുന്നു? കിടന്നിട്ട് ഉറക്കം വന്നില്ല. പുലർച്ചെ ആയപ്പോഴാണ് ഉറങ്ങിയത്. അതാ ഉണരാൻ ലേറ്റ് ആയത്. അല്ല, അമ്മ ഒരുങ്ങി രാവിലെ എങ്ങോട്ട് പോകുന്നു? എടാ, അത് നീ മറന്നോ? കുടുംബക്ഷേത്രത്തിലെ വിശേഷാൽ പൂജ നടക്കുകയല്ലേ. ആ, നിന്റെ പേരിൽ ഒരു പ്രത്യേക വഴിപാടും ഉണ്ട്. വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വന്നാ നമുക്ക് ഒരുമിച്ച് പോവാം. ഓ, ഇന്ന് ഞാനിനി എങ്ങോട്ടും ഇല്ലമ്മേ. ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അല്ലെങ്കിൽ ഇത്രയും ദിവസം ഞാൻ മൂകാംബികയിലായിരുന്നില്ലേ. അതുകൊണ്ട് ഉടനെ നിന്ന് അമ്പലത്തിൽ പോയില്ലെങ്കിലും സാരമില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നത്. കുടുംബക്ഷേത്രത്തിലൊന്ന് തൊഴുതൂന്ന് വെച്ച് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശ്രീലാമ്മ കാര്യമായിട്ട് വിളിക്കുകയല്ലേ, നീ ഒന്ന് കൂടെ ചെല്ല്. വിവാഹ യോഗത്തിന് വേണ്ടിട്ടാ അമ്മ വഴിപാട് നേർന്നിരിക്കുന്നത്. നിനക്കെന്താ അമ്മയുടെ കൂടെ ഒന്ന് പോയാല്? വിവാഹയോഗം എനിക്ക് മാത്രം പോരല്ലോ, നിനക്കും വേണ്ടേ? നീ ഇങ്ങനെ നിന്നാ മതിയോ? നിന്റെ കല്യാണ ഈ കുടുംബത്ത് ആദ്യം നടക്കേണ്ടത്, അല്ലേ തമ്പിയച്ച? അതിന് ഞാൻ ഈ കുടുംബത്തിലുള്ള അല്ലല്ലോ.